പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കോഴിക്കോട് കൊയിലാണ്ടിയിൽ ക്ഷേത്രത്തിലും വീടുകളിലും മോഷണശ്രമം എന്നുള്ളതാണ് അടുത്ത വാർത്ത. തിരുവങ്ങൂർ വെറ്റിലപ്പാറ ഭാഗങ്ങളിലാണ് കള്ളം കയറിയത്. തിരുവണ്ണൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തി തുറക്കാൻ ഈ കള്ളൻ ശ്രമിച്ചു. സമീപത്തെ വീടിന്റെ CCTVയിൽ ഈ കള്ളന്റെ ഈ കക്ഷിയുടെ ചിത്രം പതിഞ്ഞിട്ടുണ്ടെന്നാണ്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി ചേരുന്നു. അഭിജിത്ത്, ഈ CCTV മോഷ്ടാവിന്റെ കണ്ണിൽ പെട്ടില്ല എന്ന് തോന്നുന്നു. വളരെ കൃത്യമായ ഒന്ന് എലി കെണിയിൽ പെട്ടും പോലെ ഒന്ന് ചാടിയിട്ടുണ്ട്. പോലീസ് ഈ മോഷ്ടാവിനെ പറ്റി പറയുന്നത് എന്താണ്? ഗുഡ് മോർണിംഗ് അഭിജിത്ത്. ഹാഷ്മി, ഗുഡ് മോർണിംഗ്. ഇയാൾക്കായുള്ള തെരച്ചിൽ കൊയിലാണ്ടി പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് ആളെ മനസ്സിലായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ പുലർച്ചെ നടന്ന മോഷണ ശ്രമമാണിത്. ആ മോഷ്ടാവിൻ്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതിവിദഗ്ധമായാണ് അയാൾ ഈ മോഷണം നടത്താൻ ഇറങ്ങിയത് എന്ന് നമുക്ക് പറയാം. കാരണം ശരീരമാസകലം മൂടിയിട്ടുണ്ട്. അതിനിടയിൽ ഈ CCTV അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകില്ല. അതിൽ അയാൾ കുടുങ്ങുകയും ചെയ്തു. ഈ കൊയിലാണ്ടിയിലെ തിരുവങ്ങൂർ വെറ്റിലപ്പാറ ഭാഗങ്ങളിലാണ് വീടുകളിലും ഒപ്പം ക്ഷേത്രത്തിലും ഇയാൾ മോഷണത്തിനായി കയറിയത്. പക്ഷേ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ തിരുവങ്ങൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരം ഇയാൾ കുത്തിത്തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമം പരാജയപ്പെട്ടു പോയതുകൊണ്ട് തന്നെ അയാൾ അവിടെ നിന്ന് മടങ്ങി. പിന്നീട് അതിന് സമീപത്തുള്ള 2 വീടുകളിലും വീടിൻ്റെ വാതിലുകൾ തുറന്ന് മോഷ്ടിക്കാനുള്ളൊരു ശ്രമം ഇയാൾ നടത്തുന്നുണ്ട്. അതിലൊരു വീടിൽ അലാറം അടിച്ചപ്പോൾ വീട്ടുകാർ എഴുന്നേൽക്കുന്നു, ലൈറ്റ് ഇടുന്നു. അപ്പോഴാണ് ഇയാൾ പേടിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നത്. ആ വീട്ടിലെ CCTV ദൃശ്യങ്ങളിൽ കുടുങ്ങിയ മോഷ്ടാവിൻ്റെ ദൃശ്യമാണ് നമ്മൾ കാണുകയും ചെയ്തത്. ഏതായാലും പോലീസ് നിലവിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇയാൾ ആരാണ് എന്നുള്ള കാര്യം ഏകദേശം പോലീസിന് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. ഹാഷ്മി. താങ്ക് യു. റീന സതീശൻ പറയുന്ന ഹാഷ്മി, കലോത്സവ നഗരിയിലേക്കാണോ ഈ മോർണിംഗ് ഷോയുടെ സഞ്ചാരം എന്ന് ചോദിക്കുന്നുണ്ട്. സജിത CP, ഇതിപ്പോൾ കള്ളന്മാരുടെ സീസണാണോ? എവിടെ നോക്കിയാലും മോശമാണല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം 7:42 ഇതാണെങ്കിൽ ഇത് ലൈറ്റ് മോളി വെളിച്ചം വെക്കാനുള്ള സംവിധാനമായിരുന്നു. പക്ഷേ മോളി വെട്ടമൊന്നുമില്ല. ഇതാകെ തുരുമ്പിച്ചിങ്ങനെ നിൽപ്പുണ്ട്. ഇതേതോ പുരാതനമായ ചരിത്ര എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ട്. പക്ഷെ അത്ര ഒരുപാട് വഴിയായിരിക്കുമോ? ഇത് പണ്ടുള്ളതാണോ? ഈ സാധനം പഴയ ആണല്ലേ? എന്നിട്ട് കുറേ വർഷം മുമ്പുള്ള മുമ്പുള്ളതാണത്. അത് തുരുമ്പെടുത്ത് പോയി. പിന്നെ ഹാഷ്മിയെ കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ കടയിൽ നിന്ന് ഓടി അതുപോലെ നിങ്ങളെ 3 പേരും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ന്യൂസുകൾ 24 കാണുന്നുണ്ട്. ഇനിയും കാണും. ഓക്കെ, താങ്ക് യു. നല്ല കാര്യം തന്നെ. ചായ കുടിച്ചാ? മുറുക്കോ? മുറുക്ക് പിന്നല്ലേ ഇതുപോലെ പണിക്കൊക്കെ പോകുന്നവരാണ്. പണിയിൽ പറഞ്ഞു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളെ കാണാൻ വേണ്ടി ആൾക്കാർ നമ്മളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി സന്തോഷം. അതൊക്കെ വലിയ സന്തോഷം കേട്ടോ.